ഒന്നുകൂടി ചോദിക്കും. ഈ എല്ലാ ഗ്രഹങ്ങളും ഒരുപോലെ അല്ല നമ്മളെ ബാധിക്കുക. നവഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ ഗ്രഹവും ഒരേപോലെ ബാധിക്കും, അതില്ല. നമ്മൾ ജനിക്കുന്ന സമയത്ത് ഭൂമിയിൽ നിന്നും 360 ഡിഗ്രി ഏത് ഭാഗത്തും കുറച്ച് ദൂരെ കുറേ ദൂരെയൊക്കെ ആയിട്ട് ബാക്കി ഗ്രഹങ്ങളൊക്കെ നമ്മളിലുണ്ട്. ആ ഗ്രഹങ്ങൾക്കൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ് പലരും ഇല്ല ഉണ്ട് എന്നൊക്കെ വാദിക്കും. അതിന് എളുപ്പം പറയാവുന്നൊരു കാര്യം ഞാൻ പറയാം. സൂര്യൻ എല്ലാ ദിവസവും ഉദിക്കുമ്പോൾ നമ്മൾ കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു ഉന്മേഷം വരും. ആകെ ഡള്ളായിട്ടുള്ളൊരു സൂര്യനാണെങ്കിലോ ഇല്ല. അപ്പം സൂര്യപ്രകാശം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഉണ്ടോ ഇല്ലയോ? അതിൻ്റെ ഊർജം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫൈൻ. നല്ല വെയിലായാലും പ്രയാസമാണ് ഇല്ലേ? രാത്രിയുള്ള മൂടല്ലല്ലോ രാവിലെ. ഇപ്പോൾ സൂര്യനെ കാണുന്നതും കാണാത്തതും. ചന്ദ്രൻ വരുന്ന സമയത്ത് സന്തോഷമുള്ളവരുണ്ട് ഇല്ലേ? രാത്രി നല്ല ചന്ദ്രൻ കാണുന്ന സമയത്ത് പലരും പാട്ടെഴുതിയിട്ടുള്ളത് അതിനെക്കുറിച്ച് അങ്ങനെ അതുകൊണ്ടല്ലേ. ഇനി സൂര്യൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ചന്ദ്രനെ കാണുമ്പോഴാണ് അവർക്ക് സന്തോഷം. അതുകൊണ്ടാണ് മുസ്ലിംസ് ഒക്കെ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങൾ. അവിടെ സൂര്യൻ വല്ലാതെ ചൂടടിക്കുന്ന സ്ഥലമാണ്. ഓരോ ഗ്രഹങ്ങൾക്കും അങ്ങനെ നമുക്ക് ചുറ്റും ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് ഗുരുവായാലും ജൂപ്പിറ്റർ വ്യാഴമായാലും ശനിയായാലും സാറ്റേൺ ആയാലും. ഇനി ഇതിൻ്റെയൊക്കെ ഒരു കൃത്യമായിട്ട് നവഗ്രഹങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇത് ഗ്രഹങ്ങൾ എന്ന് പറയുന്ന സാറ്റലൈറ്റ് അല്ല, പ്ലാനറ്റും അല്ല. ഓക്കെ, ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്ന സാറ്റലൈറ്റ് ഉണ്ടല്ലോ. ചന്ദ്രൻ എന്ന് പറയുന്നത് ഗ്രഹമാണ് നമുക്ക്. പക്ഷെ സയൻസിൽ ചന്ദ്രൻ എന്ന് പറയുന്നത് എന്താ? ഉപഗ്രഹമാണ്. മനസ്സിലായോ? അപ്പോൾ ഉപഗ്രഹവും ഗ്രഹമാണ് അല്ല. സയൻസിൽ ഉപഗ്രഹം സാറ്റലൈറ്റ് ആണ്, ഗ്രഹമല്ല. അസ്ട്രോളജിയിൽ ഉപഗ്രഹവും എന്തായിട്ട് കൂട്ടും നമ്മൾ? സൂര്യൻ സ്റ്റാർ ആണ്, ഗ്രഹമല്ലല്ലോ. പക്ഷെ എന്നാലും അസ്ട്രോളജിയിൽ നമ്മൾ എന്തായിട്ടാണ് കൂട്ടുക? ഗ്രഹമായിട്ടാണ് കൂട്ടുക. അപ്പോൾ ഈ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഇതൊന്നും കാണാനും ഗ്രഹവും ഉപഗ്രഹവും സ്റ്റാറും സാറ്റലൈറ്റും പ്ലാനറ്റും ഒന്നുമല്ലാത്ത രാഹുവും കേതുവും നമുക്ക്, അതെന്താ കാരണം? ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ഇതാണ് ഏറ്റവും നമ്മളെ അടുത്തുള്ള ഗ്രഹവും ഉപഗ്രഹവും സ്റ്റാറും സൂര്യൻ എന്ന് പറയുന്നത് അല്ലേ? അതിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് നമുക്ക് എന്തുണ്ടാവും? എക്ലിപ്സ് ഉണ്ടാവും, ഗ്രഹണം ഉണ്ടാവും ഇല്ലേ? അപ്പോൾ ആ പൊസിഷൻ നോക്കിയിട്ട് നമ്മുടെ പ്ലാനറ്റിൽ, നമ്മുടെ അസ്ട്രോളജിയിൽ എഴുതിയിട്ടുള്ള 2 ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും. അത് 2 ഗ്രഹങ്ങളായിട്ട് എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് ഗ്രഹവുമല്ല, ഉപഗ്രഹവുമല്ല, സ്റ്റാറും അല്ല. മനസ്സിലാവുണ്ടോ? കാരണം ഈ പൊസിഷൻ അനുസരിച്ചിട്ട് നമ്മളിൽ വല്ലാത്ത ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അത് നമ്മൾ ജനിക്കുന്ന സമയത്ത് ഏത് സ്ഥലത്താണോ ആ സമയത്ത് ഈ ഗ്രഹങ്ങളൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കുന്ന ചാർട്ടാണ് എന്ത്? നമ്മുടെ ഗ്രഹനില, ഹൊറോസ്കോപ്പ്. ഓക്കെ. അപ്പോൾ ആ ഹൊറോസ്കോപ്പ്, ജാതകം എന്ന് പറയുന്ന സാധനം നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ആ സമയത്ത് കറക്റ്റായിട്ട് അമ്മയുടെ ഇൻഫ്ലുവൻസ് മാറിയിട്ട് നമ്മൾ ഈ പൊതുവായിട്ടുള്ള പ്രകൃതിയുടെ ഇൻഫ്ലുവൻസിലേക്ക് പോവാണ്. അപ്പം നമ്മളിൽ ഒരു എന്തുണ്ടാവും? ഒരു മാറ്റം ഉണ്ടാവും. അത് നമ്മുടെ ബേസിക് ക്യാരക്ടറാണ്. എന്താണ് ബേസിക് ക്യാരക്ടർ? എൻ്റെ ബേസിക് ക്യാരക്ടർ നിങ്ങൾ ആർക്കും അറിയില്ല. കുറച്ചുകൂടി അധികം അറിയാം ഇവിടെ. കാരണം എന്താ? കുറേ കാലമായിട്ട് കൂടെയുള്ളതുകൊണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എന്നെ അസലായിട്ട് എൻ്റെ ഏട്ടൻ അറിയാം. കാരണം ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെ എന്നെ എൻ്റെ ബ്രദേഴ്സിന് നന്നായിട്ട് അറിയാം. എൻ്റെ ഭാര്യയ്ക്ക് കുറച്ചൊക്കെ അറിയാം, കാരണം കുറച്ച് കാലം അടുത്തുണ്ടായിരുന്നു. മനസ്സിലാവുണ്ടോ പറയുന്നത്? അപ്പം എൻ്റെ ക്യാരക്ടറാണോ ഞാൻ? അല്ല. നമ്മളൊക്കെ അഭിനയിക്കുക ജീവിതത്തിൽ, വ്യത്യസ്തമായ അഭിനയമാണ് അല്ലേ? ഞാൻ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ അടുത്ത്, എൻ്റെ 10ാം ക്ലാസ്സിലെ സുഹൃത്തുക്കളുടെ അടുത്ത് കണ്ടാൽ ഞാൻ ഇങ്ങനെയാണോ പെരുമാറുക? അല്ലല്ലോ. എൻ്റെ കോളേജിലെ ഫ്രണ്ട്സിനെ കണ്ടാൽ ഞാൻ ഇങ്ങനെയാണോ പെരുമാറുക? അല്ല. അതിനെ നമ്മളെന്താ പറയുക? ബിഹേവിയർ എന്നാണ് പറയുക, പെരുമാറ്റമാണ്. എൻ്റെ സ്വഭാവമാണ് ക്യാരക്ടർ. അപ്പോൾ അസ്ട്രോളജി ഈ ഗ്രഹങ്ങൾ എനിക്ക് തരുന്നത് സ്വഭാവമാണ്. സ്വഭാവം ആരും പുറത്തെടുക്കാറില്ല. ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സമയം സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ പറയും ശരിയായ സ്വഭാവം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറയും. അതുവരെ ശരിയായ സ്വഭാവം അല്ല കാണിക്കണേ. ആ
ആ സമയം അത്രേ ഉള്ളൂ. നമ്മുടെ വിധി അല്ലത്. ചെയ്യാൻ പറ്റും, 100% പറ്റും. അതുകൊണ്ടാണല്ലോ സമയം നോക്കിയിട്ട് പലരെയും പുറത്തെടുക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പം എൻ്റെ സ്വഭാവം അതാണ്. പക്ഷെ എൻ്റെ സ്വഭാവം അതാണെങ്കിലും ഒരേ സ്വഭാവത്തിൽ, ഒരേ പ്ലാനറ്റിൽ, ഒരേ അസ്ട്രോളജിയിൽ ജനിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആളും ഉക്രൈനിലെ ആളും US ആളും ജീവിതത്തിൽ അപ്പാടും അങ്ങനെ തന്നെ പോകണമെന്നുണ്ടോ? അപ്പോൾ ഇത് 1/3 ഭാഗം നമ്മുടെ ജനനം. ബാക്കി 1/3 ഭാഗമോ ഞാൻ ആരുടെ കൂടെയൊക്കെയാണെന്നുള്ളത്. നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. ആ കുട്ടി പഠിക്കുന്നത് അരവിന്ദ വിദ്യാമന്ദിരത്തിലാണെന്ന് വിചാരിക്കുക. അതേ ബുദ്ധിയും അതേ സ്വഭാവവും അതേ കഴിവും ഒക്കെ ഉള്ളൊരു കുട്ടി പഠിക്കുന്നത് വേറൊരു സ്കൂളിലാണെന്ന് വിചാരിക്കുക. അവരുടെ എൻവിറോൺമെൻറ്റ് മാറിയില്ലേ? എൻവിറോൺമെൻറ്റ് മാറുമ്പോൾ എന്തായി? അവർ പ്രത്യേകിച്ചും വ്യത്യസ്തമായിട്ട് മാറും. ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്നത് തെറിയാന്ന് വിചാരിക്കുക. എൻ്റെ വായിന്ന് എന്തേ വരൂ? അതേ വരുള്ളൂ. എൻ്റെ കുറ്റമല്ലത്. മനസ്സിലായോ? ഞാൻ ചിലപ്പോൾ ദേഷ്യം എന്നിട്ട് തച്ചു കൊല്ലുന്നു ഞാൻ പറയും. എന്താ പറയണത്? എൻ്റെ വീട്ടിലും നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് എല്ലാവരും പറയുന്നൊരു വാക്കാണ്. എന്ന് വെച്ചാൽ ഞാൻ തച്ചു കൊല്ലുന്നുണ്ടോ ഇയാളെ? ഇല്ല, അത് ദേഷ്യം വരുമ്പോൾ പറയുന്നൊരു വാക്കാണ്, ആരെയും കൊല്ലാനല്ല. മനസ്സിലാവുന്നുണ്ടോ? അതൊരു വാക്ക് പറഞ്ഞു പോകുന്നതാണ്. അത് ആ കുറ്റമല്ല അത്. കാരണം അത് കേട്ട് 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 അറിയാണ്ട് സ്പോണ്ടേനിയസ് ആയിട്ട് വന്നു പോകുന്നതാണ്. അത് പറയില്ല ചിലപ്പോൾ ഞാൻ അങ്ങനെയുള്ളൊരു നാട്ടിലല്ലെങ്കിൽ. ഇപ്പം ഞാൻ അമേരിക്കയിലുള്ള ആളാന്ന് വിചാരിക്കും. എന്ത് ചെറിയ കാര്യം ചെയ്താലും താങ്ക് യു, താങ്ക് യു, താങ്ക് യു, വെൽക്കം, വെൽക്കം. പക്ഷെ ഇത് പറയുമ്പോൾ അവരുടെ മനസ്സിൽ യാതൊരു ഗുണവും ഉണ്ടായിന്ന് വരില്ല. പക്ഷെ അങ്ങനെയാണ് അവരെ ശീലിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അതേ സമയത്ത് നമ്മൾ കണ്ണൂർക്കാർ ആരോടും താങ്ക് യു പറയില്ല. എന്ന് വെച്ചാൽ അവർ താങ്ക്സ് ഇല്ലാത്തവരാണെന്നുണ്ടോ? ഇല്ല, അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ അവർക്ക് ആ സ്വഭാവം ഇല്ല. ആ സ്വഭാവം എന്ന് പറയുന്നത് ഒന്ന് ജന്മം കൊണ്ട്, മറ്റൊന്നെന്താണ് എൻ്റെ സമൂഹം എനിക്ക് തരുന്നതാണ്. അത് 1/3 ഭാഗം. അപ്പോൾ 1/3 ഭാഗം ഇത്, 1/3 ഭാഗം ഇത്. ഇനി 1/3 ഭാഗം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിലും ചിലർ വ്യത്യസ്തരായിട്ട് കാണും. ഇല്ലേ? എത്ര ദുഷ്ട സ്ഥലത്തുണ്ടെങ്കിലും ഇപ്പോൾ ഒരു സ്കൂളിൽ കുറേ സ്കൂളൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഒരു പയ്യൻ നാഷണലി ഇന്റർനാഷണലി എക്സ്പേർട്ടായിട്ട്. അതെന്താ കാരണം? സ്കൂളിൻ്റെ ഗുണമല്ല, അവൻ്റെ പാരമ്പര്യവും അങ്ങനെയല്ല. അല്ലേ? രാമേശ്വരത്താണ് ജനിച്ചത്, സാധാരണ സ്കൂളിലാണ് പഠിച്ചത്, കലാമായി മാറി. എന്താ കാരണം? അയാളുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായി, എനിക്ക് മാറണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓപ്പർച്യൂണിറ്റി, സ്കിൽ, ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ. അപ്പം നമ്മുടെ അസ്ട്രോളജി ഹൊറോസ്കോപ്പ് എന്ന് പറയുന്നത് എന്നെ അടച്ചിട്ടിരിക്കുന്ന ഒരു കാറ് പോലെയാണ്. എന്നെ ആ കാറിലിട്ടു, ഞാൻ ഓടിച്ചു പോകുന്നതാണ് എൻ്റെ സമൂഹം. ആ റോഡും നല്ലതാണ്, കാറും നല്ലതാണ്. എനിക്ക് ഡ്രൈവിംഗ് അറിയില്ലെങ്കിലോ അല്ല കാര്യമുണ്ടോ? അല്ലേ? നല്ല എയർപോർട്ട് പോലെ സ്മൂത്ത് ആയിട്ടുള്ള റോഡ്. കാറോ ബെസ്റ്റ് കാർ, ഹൈലി ഓട്ടോമാറ്റിക്, ഗോ എന്ന് പറയേ വേണ്ടു, അങ്ങോട്ട് എത്തിക്കൊള്ളും നമ്മളെ. പക്ഷെ ആ ഗോ എന്ന് പറയാൻ അറിയണ്ടേ എനിക്ക്. അപ്പോൾ കഴിവില്ലെങ്കിൽ, ഇപ്പം സ്കില്ലില്ലെങ്കിൽ ഒരു കാര്യമില്ല. അത് കഴിവില്ലാത്തോണ്ടാ. അതെന്താ കാരണം എന്ന് വിചാരിച്ചാൽ, നിങ്ങളുടെ നല്ല കാറല്ല ശരി, റോഡും നല്ലതല്ല, ഇത് രണ്ടും നല്ലതല്ലാത്തപ്പോഴല്ലേ ഏറ്റവും നല്ല കഴിവ് വേണ്ടത്. അതുകൊണ്ടാണ് ജാതകത്തിന് 1/3 ഭാഗം നമ്മൾ എവിടെ, ആരുടെ കൂടെ, എങ്ങനെ, എപ്പോഴൊക്കെയാണ്. 1/3 ഭാഗമോ എൻ്റെ ഉള്ളിൽ. ഇപ്പം മോളിങ്ങനെ ആയത് വേറെ ആരും കൊണ്ടല്ല, അതൊക്കെ അങ്ങനെയാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത് വീട്ടിൽ. ഒരു ഗുണവുമില്ല. പക്ഷെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ ഒരാളൊരു ബോൾ എറിയുന്നുണ്ട്, ഓക്കെ, നിങ്ങളത് കണ്ടിട്ട് ബോൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് അത് പിടിക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ അത് പിടിക്കും, മാറാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ അത് മാറും. നിങ്ങൾക്ക് കഴിവില്ല എന്ന് വിചാരിക്കും. അപ്പം ഞാൻ പറയും ദാ ഒരു ബോൾ വരുന്നുണ്ട്, മനസ്സിലാവുണ്ടോ? നല്ല ഡ്രൈവറാന്ന് വിചാരിക്കുക, അവിടെ ലെഫ്റ്റ് ടേൺ, ഹൈ സ്കിൽ, ക്ലിഫ് വരാൻ പോകുന്നുണ്ട്, ചിലയിടത്ത് മിററൊക്കെ വെച്ചിട്ട് ഓപ്പോസിറ്റ് വരുന്നത്, ഇതൊന്നും ഇല്ലാത്തടത്തും നമ്മൾ ഓടിക്കാറില്ല. പക്ഷെ അതുണ്ടായാൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പമാവും. അപ്പോൾ അസ്ട്രോളജി എന്ന് പറയുന്നത് ഡയറക്ഷൻ സിഗ്നലാണ്, ബോർഡാണ്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് വാട്ട് ഈസ് അസ്ട്രോളജി. ഇറ്റ്സ് എ ഡയറക്ഷൻ സിഗ്നൽ. നമ്മൾ വലിയ റോഡിലൊക്കെ സിഗ്നൽ കാണുന്നത് പോലെ നമ്മളെ സഹായിക്കാനുള്ളൊരു മാർഗ്ഗമാണിത്. ഞാൻ ബോൾ വരുന്നുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? ആരോ ഒരാൾ കല്ലെറിയണ്ടെന്ന് പറഞ്ഞു, അത് പിടിക്കണോ മാറണോ എന്നുള്ള ആരുടെ കഴിവാണ്? അങ്ങയുടെ കഴിവാണ്. ഇനിയിപ്പം ഞാൻ ബോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്, ആരോ എറിഞ്ഞു, ഓക്കെ, മാറുമ്പോഴാണ് കറക്റ്റായിട്ട് മുഖത്തടിക്കുക.
അനങ്ങാണ്ടിരുന്നാൽ ചിലപ്പോൾ അതങ്ങോട്ട് പോയേനെ. അപ്പം ചില ആൾക്കാരൊക്കെ അസ്ട്രോളജി എടുത്ത് പോയിട്ട് ഇതൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുണ്ടോ, എനിക്ക് ആകെ പ്രശ്നമാണ്. അപ്പോൾ ഒരു അസ്ട്രോളജി എടുത്ത് പോയി, അയാളെന്ത് പറയും, എന്നാൽ നമുക്ക് പ്രശ്നം വെക്കാമെന്ന്. അയാൾ വെക്കുന്നത് എന്താ പ്രശ്നമാണ്, ആരുടെ മുകളിൽ, നിങ്ങളുടെ മുകളിൽ. എന്നാൽ പ്രശ്നം കളയല്ലേ വേണ്ടത്, അതിന് പകരം അയാളെന്താ ചെയ്യുന്നത്, നിങ്ങളുടെ പേരിൽ പ്രശ്നം വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യും, അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ചെയ്യുമ്പോഴോ ഉള്ള കാശൊക്കെ അങ്ങോട്ട് തീർന്നു. കാരണം എന്താ, അവൻ്റെ വെള്ളറ്റിപ്പഴപ്പാണിത്. അവൻ ഏതെങ്കിലും ഒരാൾക്കായിട്ട് കണക്ഷൻ ഉണ്ടാവും, അവൻ ജീവിക്കാനുള്ള മാർഗം നോക്കുന്നതാണ്. ഹിന്ദുക്കൾ മാത്രമൊന്നുമല്ല, നിങ്ങൾക്ക് ഹിന്ദുക്കളെ അറിയുള്ളൂ എന്ന് മാത്രം. ഇതൊക്കെ തട്ടിപ്പാ. ഇത് ഒരു ഞാൻ പറയട്ടെ, ഒരു ഭഗവാനും നിങ്ങൾ 1001 പണം വെച്ചാലേ പ്രശ്നം തീരുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഗുരുവായൂർ പോയിട്ടിട്ട് സ്വർണം വെച്ചാലേ ഇല്ലേ, ഞാൻ നേരെ ഗുരുവായൂർ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തുലാഭാരത്തിന് ടിക്കറ്റ് എടുത്താൽ എളുപ്പം ക്യൂവിലാണ് ഇങ്ങോട്ട് കയറാം, നിങ്ങൾക്ക് വഴി പറഞ്ഞുതരാം ഞാൻ. ഇപ്പോഴറിഞ്ഞല്ലേ. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയോ, തുലാഭാരം വാഴപ്പഴാണെങ്കിൽ ആ കാശും കൂടി അടക്കണം, സ്വർണ്ണമാണെങ്കിൽ സ്വർണ്ണം അടക്കണം. അപ്പം ഞാൻ പറഞ്ഞു തുലാഭാരം സ്വർണവും വാഴപ്പഴവും മാത്രമേ പറ്റുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞു? വെള്ളം എന്ന് പറഞ്ഞിട്ട് പച്ചവെള്ളം, ഏറ്റവും അത്യാവശ്യമുള്ള പച്ചവെള്ളമല്ലേ അല്ലേ. ഇപ്പം തുലാഭാരം പച്ചവെള്ളം എന്ന് പറഞ്ഞിട്ട് കൊടുത്താലോ അവർ ഏറ്റെടുക്കുമോ? ഇല്ല, കാശുണ്ടാക്കാനുള്ള മാർഗ്ഗമാണ്, വെള്ളത്തിന് കാശില്ല. അത് എന്തിനാ, അതിന് പകരം പച്ചവെള്ളം പോരെ? പാൽപ്പായസത്തിനേക്കാളും അത്യാവശ്യം വെള്ളമല്ലേ. എനിക്ക് വെള്ളമാണ് വേണ്ടത്, പാൽപ്പായസമല്ല. അതുകൊണ്ട് ഞാൻ എന്തിന് പ്രാർത്ഥിക്കുന്നു, ഭഗവാന് വെള്ളം വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുള്ള തട്ടിപ്പ് പരിപാടിയാണ്. വിവാഹത്തിന് വേണ്ടി നാളെ നോക്കുന്നതിനേക്കാളും ഡൈവേഴ്സ് ആവാനുള്ള നാളെ നോക്കേണ്ടത്. എല്ലാവർക്കും അത്യാവശ്യം ഡൈവേഴ്സായി ഇപ്പോൾ, വിവാഹമല്ല. ഇപ്പോൾ ഇതൊന്നും ഞാൻ പറയുന്നത്, നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ നാള് നോക്കിയിട്ടല്ല രാമൻ സീതയെ വെളിയൊഴിച്ചത്, ആണോ? എല്ലാ രാജാക്കന്മാരും മക്കൾക്ക് സ്ത്രീകൾക്ക് വിവാഹപ്രായമാവുമ്പോൾ അവർക്ക് ആരെ സെലക്ട് ചെയ്യണം എന്ന് അവർ തീരുമാനിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെയാണോ അല്ലയോ? പക്ഷെ അത് ഏകദേശം ഒരേ സ്റ്റാറ്റസിൽ വേണം എന്നുള്ളത് കൊണ്ട് രാജാക്കന്മാർ അടുത്തുള്ള രാജ്യത്തെ എല്ലാവരെയും വിളിച്ചു. അങ്ങനെ അല്ലാത്തവരും വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ കർണം വരുമോ, അർജുനൻ വരുമോ? എല്ലാവരും വന്നത് അവർക്ക് തോന്നുന്നവർക്കൊക്കെ വരാം. എന്നിട്ട് എന്ത് ചെയ്യണം, ബാക്കിയുള്ളവരൊക്കെ തോപ്പിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയാണല്ലോ ഇന്ന് എഞ്ചിനീയറിംഗ് കോളേജൊക്കെ അങ്ങനെയാണ് നടക്കുന്നത്. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന പിള്ളേരെന്ന് വെച്ചാൽ 3-4 ബോയ് ഫ്രണ്ട്സ് ഉണ്ടാവും. നിങ്ങൾ 3 കൂടി അടിച്ച് തീരുമാനിക്കുക ആരാണ് മോട്ടോർ ബൈക്കിൽ ആദ്യം വരിക, അവരുടെ പിന്നാലെ ഞാൻ കയറാമെന്ന് പറയും. അല്ല, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടറിലായിട്ടുള്ളതാണ്. പല അടിപിടികളുടെയും ലഹളയുടെയും അവസാനം നോക്കിയാൽ അതിൻ്റെ പിന്നിലൊക്കെ ഒരു പെണ്ണ് കളിച്ചിട്ടുണ്ടാവും. അതാണ് സ്ഥിതി. അത്ര എളുപ്പമല്ല, മനസ്സിലാവുണ്ടോ? ഇപ്പം ഹൈദരാബാദിലൊക്കെ പലരും അമേരിക്കയിൽ പോകും. എന്താ കാരണം, ബോയോ ഗേളോ പോയി കഴിഞ്ഞാൽ, അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, വീട്ടിലെ കുടുംബത്തിലെ പ്രശ്നം പകുതി തീർത്തു. അവർക്ക് ഫ്രീഡം ഇവിടെ ഇല്ല, അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്നും നോക്കിയിട്ടൊന്നും അല്ല ആരും വിവാഹം കഴിച്ചിട്ടുള്ളതും. ഇനി അങ്ങനെ നോക്കി വിവാഹം കഴിച്ചിട്ടുള്ള എത്രയോ പൊളിഞ്ഞു പോയിട്ടുണ്ട് ഇല്ലേ? അപ്പം നമ്മൾ ആരെ കുറ്റം പറയും? ജാതകം എഴുതിയോ തെറ്റാന്ന് പറയും ഇല്ലേ? അങ്ങനെയും പറയാൻ പറ്റും. എന്ന് വെച്ച് ജാതകം തെറ്റാന്ന് ഞാൻ പറയില്ല കേട്ടോ. ഹോറോസ്കോപ്പ് നോക്കിയാൽ നിങ്ങളുടെ അസുഖം എന്താണ്, നിങ്ങളുടെ സ്വഭാവം എന്താണ്, എവിടേക്ക് എന്തൊക്കെ പറ്റും, എപ്പോഴൊക്കെ പൊളിയാൻ സാധ്യതയുണ്ട്, ഒക്കെ പറയാൻ സാധിക്കും. ഉറപ്പായിട്ടും ഇതുവരെ തെറ്റാതെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതാണ് നിങ്ങളെ ഗവേൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ല. കാരണം എന്തുണ്ടാവണം, നിങ്ങൾക്ക് കഴിവുണ്ടായാൽ കാറ് മോശമായാലും കുഴപ്പമില്ല, റോഡ് മോശമായാലും. കഴിവില്ലെങ്കിൽ, കാരണം സമൂഹമാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പം ഇന്ത്യയിലുള്ള ഡൈവേഴ്സിനേക്കാളും ഒരു 1000 ഇരട്ടിയാണല്ലോ അമേരിക്കയിൽ. അവിടെയൊക്കെ ഹോറോസ്കോപ്പ് മോശമായതുകൊണ്ടാണോ? ഇവിടെയൊക്കെ ഹോറോസ്കോപ്പ് നല്ലതായതുകൊണ്ട്? ഇതല്ല, സമൂഹം നമ്മളെ അങ്ങനെ ആക്കി മാറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ വിവാഹം നടന്നത്. ഞാൻ പറഞ്ഞല്ലോ 100 കൊല്ലം മുമ്പ് വരെ എല്ലാ നായർ സ്ത്രീകളും എത്രയോ വിവാഹം ആരെയൊക്കെയോ കഴിച്ചിരിക്കുന്നു. അന്ന് ഈ ഹോറോസ്കോപ്പിലൊക്കെ എല്ലാവരുടെയും മാച്ച് നോക്കിയിട്ടാണോ? അല്ല. അപ്പോൾ ഇതൊക്കെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ളൊരു മാറ്റമാണ്. പക്ഷെ നമ്മൾ പറയുന്നത് കാലാകാലങ്ങളായിട്ട് ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ആ ആസ്ട്രോളജറോട് ചോദിക്കണം. ഈ ചോദ്യങ്ങൾ ഇപ്പം ഞാൻ ചോദിച്ച കുറേ ചോദ്യം ഉണ്ടല്ലോ, തിരിച്ചങ്ങോട്ട് ചോദിക്കുക. അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല, കാരണം ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇങ്ങനെ കുറേ ആൾക്കാർ വിവാഹം ചെയ്താൽ ഇത്രയും കാലം നിൽക്കുന്നുണ്ടെന്ന് കുറേ പേര് കണ്ടുപിടിച്ച് അവരുടെയൊക്കെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെയാണ് പൊതുവേ എന്ന് പറഞ്ഞതെന്ന് മാത്രം. അത് വേണമെന്നും പറയുന്നില്ല, വേണ്ടാന്നും പറയുന്നില്ല. വേണമെങ്കിലാവാം, വേണ്ടെങ്കിലാവണ്ട. വേണ്ടാന്ന് വെച്ചാൽ വേണ്ട, നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നിയാൽ വേണ്ട. ഇത്രേ ഉള്ളൂ.
അല്ല, ഈ നമ്മളിപ്പം ഈ ഗ്രഹനില എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ജനിക്കുമ്പോഴാണ്. പക്ഷെ ഈ ഗ്രഹങ്ങൾ അതുപോലെ അല്ലല്ലോ, അത് മൂവ് ചെയ്യണ്ടല്ലോ. അത് മൂവ് ചെയ്യുമ്പോൾ അതിന് കറക്റ്റായിട്ട് മാച്ചിങ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് വേണം? ഇതിൻ്റെ ചെറിയ സ്കെയിലും കൂടി കണ്ടുപിടിക്കണം. ആ ചെറിയ സ്കെയിലും കണ്ടുപിടിച്ചിട്ട് എവിടെയൊക്കെയാണ് ഇതിന്, ഇപ്പം ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഇന്നത്തെ പൊസിഷൻ്റെ ഗ്രഹനിലയും ഞാൻ എൻ്റെ ഗ്രഹനിലയും കൂടി ഇങ്ങനെ യോജിക്കുമ്പോൾ കറക്റ്റായിട്ട് പോകാൻ പറ്റിയ നല്ല സ്മൂത്തായി. എല്ലായിടത്തും അതാവണമെന്നില്ല. എൻ്റെ ദശ മാറും, ലോകത്തിൻ്റെ ഗ്രഹത്തിൻ്റെ നിലയും മാറും. അതിനനുസരിച്ച് എവിടെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഞാൻ ഹോറോസ്കോപ്പ് ജനിക്കുമ്പോൾ കൃത്യമായിട്ട് പറയണമെങ്കിൽ ഇന്ന് എന്ത് നടക്കണം എന്ന് പറയണമെങ്കിൽ പഞ്ചാംഗത്തിൽ ഇന്ന് ഏത് സ്ഥലത്താണ് ആ ഗ്രഹമുള്ളത് എന്ന് പറയണം. അപ്പോൾ ശനി ഞാൻ ജനിക്കുന്ന സമയത്ത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല, പക്ഷേ എൻ്റെ ദശ മാറുമല്ലോ. ആ ദശ മാറിയിട്ട് ഇന്ന് വരുമ്പോൾ ശനി എവിടെയാണെന്ന് നോക്കിയിട്ടാണ് നിങ്ങളുടെ നന്മയാണോ മോശമാണോ എന്ന് പറയും. ഇനി അത് മാത്രമല്ല, അതിനനുസരിച്ചിട്ട് ബാക്കി ഗ്രഹങ്ങളുടെയൊക്കെ നോട്ടം പറയും. അതും കൃത്യമായിട്ട് നോക്കണം. ഇത് അത്ര എളുപ്പമല്ല. 12 കളത്തിൽ 9 ഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ 12C9 എന്നാണ്. 12 × 11 × എക്സെട്ര അപ് ടു 1 ഡിവൈഡഡ് ബൈ 9 × എക്സെട്ര അപ് ടു ദാറ്റ്. അപ്പോൾ 12 11 മൾട്ടിപ്ലൈ ചെയ്ത് 10 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന അത്രയും കൂടുതൽ അറിഞ്ഞാലാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുക. 1,00,000-ലധികം കോമ്പിനേഷൻസ് നമ്മുടെ മനസ്സിൽ വരണം ഇത് പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ. അത് ഏത് അസ്ട്രോളജർക്കാണ് വരിക? പറയുമ്പോൾ ഒക്കെ തെറ്റും. ഇത്ര എളുപ്പമൊന്നുമല്ല. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇൻറ്റ്യൂഷൻ ഉണ്ട്. അത് പലപ്പോഴും പറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അടുത്തൊരു ഹൊറോസ്കോപ്പ് നോക്കാൻ വരുന്നു, അമ്മയുടെ കാര്യം തീർന്നു, കഥ പോയിക്കോ, ഇപ്പോൾ പോയാൽ നിങ്ങൾ മരിച്ചു എന്ന് കാണാൻ പറയും. അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുള്ള കേസുകൾ ഇതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. 7:30, 8:30, 7 നമ്മൾ ഏത് ഗ്രഹത്തിൻ്റെയും പറയുമ്പം ഈ 12 ഗ്രഹത്തിൽ 12 അടുത്ത് 6 ഇപ്പുറത്തോ 6 ഇപ്പുറത്തോ 7 7 ഒരു നോട്ടമുണ്ട്. അപ്പോൾ നേരെ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. ആ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതിന് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. നിങ്ങളുടെ ലഗ്നത്തിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ് നിൽക്കുന്നത്, ഈ കാലത്ത് ഏതാണ് നിൽക്കുന്നത്, അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. അപ്പോൾ അതെപ്പോഴും ഉണ്ട്. അത് ശനിയാണെങ്കിൽ ഈ സ്വഭാവം ഉണ്ടാവും എന്നർത്ഥം. പതുക്കെയാണ്. ശനി മന്ദകാരനാണ്. മന്ദകാരൻ എന്ന് പറഞ്ഞാൽ എന്താ? മൂവ്മെൻറ്റ് പതുക്കെയായിരിക്കും. അപ്പോൾ ഒരാളെ നോക്കിയാൽ പറയും ഇയാളുടെ ലഗ്നം ശനിയിലാണ് എന്ന് വെച്ചാൽ അയാൾ അങ്ങനെ ആവണമെന്നില്ല, അയാൾക്ക് മാറ്റാം. അങ്ങനെ ചേർന്നവൻ പിന്നെ മിലിറ്ററിയിൽ ചേരുമ്പോൾ പതുക്കെ നടക്കുമോ? ഇല്ലല്ലോ. ജന്മം കൊണ്ട് ശനിയാണ്. പക്ഷെ എന്ത് ചെയ്യും? പരേഡ് കഴിഞ്ഞ് റൂമിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവനൊരു കിടപ്പുണ്ടാവും. പിന്നെ ഇതെവിടെയെങ്കിലും കാണിക്കണ്ടേ ബാക്കി? മനസ്സിലായോ? അത് ഞാൻ അങ്ങനെയാണ് എന്നൊരു സ്ഥിതിയില്ല. എനിക്ക് വേണമെങ്കിൽ വേണ്ട സ്ഥാനത്ത് വേണ്ടതുപോലെ പെരുമാറാൻ എനിക്ക് സാധിക്കും. ഓക്കെ. ശനിയാന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഒരു പാമ്പ് എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ വന്നോട്ടെ എന്ന് വിചാരിച്ചു ഇരിക്കുമോ? ഇല്ല, കാല് പൊക്കും അറിയാണ്ട്. ഇത്രേ ഉള്ളൂ. അതെ, അത് പുറത്ത് വന്നിട്ടുള്ളതാണ് നമ്മൾ കണക്കാക്കുക. കാരണം ഗർഭസ്ഥ ശിശുവിൻ്റെ ഇൻഫ്ലുവൻസ് ഒക്കെ അമ്മയുടെയാണ്. അത് കഴിഞ്ഞ് പുറത്ത് വരുമ്പോഴാണ് ബാക്കി ഗ്രഹങ്ങളുടെയൊക്കെ ഇൻഫ്ലുവൻസ്. പക്ഷെ അതുവരെയൊക്കെ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണവും അമ്മ കഴിക്കുന്ന ഭക്ഷണവും ഒക്കെ മക്കളിൽ കുറേ വ്യത്യാസങ്ങളുണ്ടാവും. നമ്മൾ ചെയ്യുന്ന നന്മകളും തിന്മകളും ചാൻറ്റിങ്ങും ഒക്കെ മാറ്റങ്ങളുണ്ടാകും. കാരണം അതാണ് അവരുടെ ഉള്ളിലേക്ക് പോകുന്ന ഓരോ വൈബ്രേഷനും. അതുകൊണ്ട് ഏത് ദിവസമാണോ മക്കളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ സമയത്ത് അമ്മ കഴിക്കുന്ന ഭക്ഷണം പോലും മക്കളിലെ സ്വഭാവത്തിൽ കുറേ ഭാഗമുണ്ടാവും. യു ആർ വാട്ട് യു ഈറ്റ് എന്നാണ്. മൈക്രോബയോട്ടിക്സ് എന്നാണ് സയൻസിൻ്റെ പേര്. മൈക്രോബയോട്ടിക്സ് എന്നും പറയും, മാക്രോബയോട്ടിക്സ് എന്നും പറയും. മാക്രോ എൻവിറോൺമെൻറ്റ് കൊടുക്കുന്നത്, മൈക്രോ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നത്. ഓക്കെ. അതിനെക്കുറിച്ചുള്ളൊരു വെബ്സൈറ്റും ഉണ്ട്, ബ്യൂട്ടി വിത്തൗട്ട് ക്രൂവാലിറ്റി, BWC.org. നിങ്ങൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിലും എത്ര ഭാഗം വെജ് ഉണ്ട്, നോൺ വെജ് ഉണ്ട്, വെഗാനിസം ഉള്ളതുണ്ട്, അതൊക്കെ എങ്ങനെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും ഒക്കെ കാണിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അപ്പം നമ്മൾ സാത്വികമായിട്ടുള്ള ഒരു മനുഷ്യനാണ് ബേസിക്കലി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ രാജസികമാണെങ്കിലോ ആ സ്വഭാവം എന്തായാലും നമ്മളിൽ കാണും. ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളെ കണ്ടാൽ അവരുടെ ഭക്ഷണമൊക്കെ നമുക്ക് പറയാൻ പറ്റും, ഇന്നതാണ് നിങ്ങൾ കഴിക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ ഹോറോസ്കോപ്പും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. അത് രാഹുവും കേതുവും വന്നിട്ട് ഒരു ഭാഗത്ത് മാത്രം ട്രയാങ്കിളായിട്ട് നിൽക്കുന്നതെങ്കിൽ കാളസർപ്പയോഗം എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഗ്രഹണം പിടിച്ച പോലെയാണ്. സൂര്യനും ഉണ്ട് ചന്ദ്രനും ഉണ്ട്, പക്ഷെ അതിൻ്റെ രണ്ടിൻ്റെയും ഗുണമില്ല. അങ്ങനെയാണല്ലോ ഗ്രഹണ സമയത്ത്, അല്ലേ? അപ്പോൾ അത് ഗ്രഹണം പിടിച്ച ഹോറോസ്കോപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഒന്നും പറയാൻ പറ്റില്ല. പറഞ്ഞ ഒന്നുമല്ല നടക്കുക. എല്ലാം പഠിച്ചിട്ട് പോവും, എക്സാമിനേഷൻ ഒന്നും കിട്ടില്ല. എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെ, ഇല്ലേ? ഇനി അതേ സമയത്ത് എന്ത് പറ്റുമെന്ന് വിചാരിച്ചാൽ എല്ലാം പഠിച്ചു പോയിട്ടുണ്ടോ അന്നാണ് ലൂസ് മോഷൻ, എക്സാമിന് പോകാൻ പറ്റില്ല. ഇനി ചിലതും തിരിച്ചു ആവാം. ഒന്നും പഠിച്ചിട്ടില്ല, ആകെ 4-5 ക്വസ്റ്റിനെ പഠിച്ചിട്ടുള്ളൂ, എക്സാമിനേഷൻ അത് തന്നെ വന്ന് ഫസ്റ്റ് അടിച്ചു പോകും.
അത് കണ്ടിന്യൂസ് അങ്ങനെ ആവണമെന്നില്ല. 1-2 എക്സാമിനൊക്കെ അങ്ങനെയും പറ്റും. മറ്റു ചിലത് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഏറ്റവും നല്ല റിച്ചാണ്, ഏറ്റവും നല്ല ഗുണമുള്ളതാണ്, ചെറിയ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുള്ളവരും അല്ലാതെ അവരുടെയൊക്കെ ഹോറോസ്കോപ്പിൽ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവർ പെരുമാറാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അൺപ്രഡിക്റ്റബിൾ ഹോറോസ്കോപ്പുകളാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കൊരു ധൈര്യമൊക്കെ ഉണ്ടാക്കാനും ആ ഒരു ഗ്രൂപ്പും ആ ഒരു എൻവറോൺമെൻറ്റും ആ ഒരു ആൾക്കാരുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ കുറേയൊക്കെ ചിലപ്പം അങ്ങനെയൊക്കെ സർവൈവ് ചെയ്ത് ചാവുന്നവരെ ജീവിക്കുമല്ലേ വേണ്ടു അല്ലേ? അങ്ങനെ ജീവിച്ചു വളരെ നന്മയിൽ ജീവിച്ചു പോയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് കുറേ ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ അവർ തന്നെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടാവും. ഈ 1/3 ഇങ്ങനെയുള്ളൂ, ബാക്കി 2/3 നമ്മുടെ കയ്യിലല്ലേ. അതുകൊണ്ട് അതങ്ങനെ ആയാലും ഇതിങ്ങനെ ആയിക്കൂടാവെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എഴുതാം, എല്ലാവർക്കും പറ്റും. അതുകൊണ്ടല്ലേ എല്ലാ സന്യാസിമാരും ജാതകം കളഞ്ഞിട്ടൊക്കെ ചേരുന്നത്. അതുകൊണ്ടല്ലേ പൂർവ്വജന്മം തന്നെ പറയുന്നത്. ആ ജന്മം വിട്ടാൽ പിന്നെ പുതിയ ജന്മമാണ്. ഞാൻ തീരുമാനിക്കും എനിക്ക് എന്താ വേണ്ടത്. ഇനി ഞാൻ കഷ്ടപ്പെടുന്നതാണ് എൻ്റെ ജീവിതത്തിലെന്ന് വിചാരിക്കുക. അപ്പം എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ എന്നാണോ ജോലി വിട്ടത് അന്ന് മുതൽ കഷ്ടപ്പാടാണ്. എന്താ കഷ്ടപ്പാട്? എന്തായാലും ഞാൻ കഷ്ടപ്പെടണം. അപ്പോൾ ഗവൺമെൻറ് ജോലിയിൽ ഇരുന്നാൽ വേറൊരു തരത്തിലാണ് കഷ്ടപ്പാട്, അത് വേണ്ടാന്ന് വെച്ചാൽ വേറൊരു തരത്തിലാണ്. അപ്പോൾ കഷ്ടപ്പെടാൻ തീരുമാനിച്ചാൽ നമ്മൾ തീരുമാനിക്കാം. എങ്ങനെ ഇപ്പം നമ്മൾ ആയിരത്തെങ്കിലും വന്നിട്ട് ശനിയാണ് അല്ലെങ്കിൽ രാഹു ആണ് കഷ്ടപ്പാടാണെന്നൊക്കെ അറിഞ്ഞ് വീട് വെച്ചോ നിൽക്കില്ല, എന്നാൽ ഇപ്പം വെച്ചോളാൻ പറയും. എന്തായാലും കഷ്ടപ്പെടണം. വീട് വെക്കുമ്പോൾ എല്ലാവർക്കും കഷ്ടപ്പാടുണ്ടാവുമോ ഇല്ലയോ? എത്ര പണക്കാരനും കഷ്ടപ്പാടുണ്ടാവും ഇല്ലേ? കുറച്ച് ഓട്ടവും പിടുത്തവും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കലും സംഭവം. എത്ര റിച്ചാണെങ്കിലും ഇതിനകത്തൊക്കെ കുറച്ച് വെപ്രാളം എല്ലാവർക്കും ഉണ്ടാവില്ലേ? അപ്പോൾ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് വെച്ചാൽ അതാണ് പറയുക. വിവാഹത്തിന് അതാണ് ഏറ്റവും പറ്റിയ സമയം. ഏറ്റവും കഷ്ടപ്പാടുള്ള സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം എന്നാണ് പറയാം. പക്ഷെ അത് രണ്ടാൾക്കും ഒരേപോലെ വന്നാൽ രണ്ടാളും കൂടി കുത്തി അടിച്ചു വിടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാമ്യം നോക്കുന്നത്. അപ്പോൾ ഒരാൾ കുറച്ച് കുഴപ്പമില്ല, മറ്റേ ആൾ, രണ്ടാൾക്കും ഒരേ സമയത്ത് ദശ മാറരുത്. അപ്പോൾ ദശാസന്ധി ഉണ്ടെന്ന് പറയും. ഇതൊക്കെയാണ് പറയും. അതുകൊണ്ടാണ് നമ്മൾ 8 കിട്ടിയാൽ മതി, 6 കിട്ടിയാൽ മതി, 7 കിട്ടിയാൽ മതി, എന്നാലും കുഴപ്പമില്ല. ദശാസന്ധി ഇല്ല, രഞ്ജുപുരത്തുണ്ട്, പാപസാമ്യമുണ്ട്, ശരി, അങ്ങനെ പറയും. കേട്ടില്ല? 18 കൊല്ലാണെന്ന് വിചാരിച്ച ഇല്ല, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ ആ നാളല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾ എപ്പോൾ ജനിച്ചു അവിടെ മുതൽ കണക്കൂട്ടല്ലേ ചെയ്യണത്. ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ജനിച്ചു എന്ന് വിചാരിക്കാം. അപ്പം ഈ മാസം ഇന്ന ദിവസം ഈ സമയത്ത് ജനിക്കുമ്പോഴാണ് ആ സമയം മുതൽ നിങ്ങൾ തുടങ്ങാം. അതുകൊണ്ടാണ് നിങ്ങളുടെ 7 വർഷം 4 മാസം 3. വേറൊരാൾ വേറെ കുറച്ച് അതേ നാളിലായിരിക്കും, പക്ഷെ 1 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അത് മാറും. ഇല്ല, കാരണം ഈ 7 വർഷം കഴിയുമ്പോൾ തുടങ്ങുന്നത് പോലെയല്ലോ 6 വർഷം കഴിഞ്ഞ് തുടങ്ങുന്നത്. അപ്പോൾ ഒരേ സമയത്ത് എല്ലാവർക്കും ഒരു പ്രാവശ്യം ദശാസന്ധി ഇല്ലെങ്കിൽ അയാൾക്ക് ജീവിതത്തിലെ അങ്ങോളം ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. ഓക്കെ, പക്ഷേ രാഹു കഴിഞ്ഞിട്ട് വേറെ ഗ്രഹത്തിൻ്റെ ദശ വരുന്ന സമയത്തിൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സ് മാറും. അപ്പോൾ എവിടെയെങ്കിലും എത്തുമ്പോൾ ചിലപ്പം അത് ലാസ്റ്റൊക്കെയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ചൊവ്വാദോഷമുണ്ട്, മോശമെന്ന് പറയാം. ചൊവ്വാദോഷം 4 വയസ്സുള്ള സമയത്ത് ആ കുട്ടിക്ക് കഴിഞ്ഞാലോ? അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോൾ ചൊവ്വാദോഷമുള്ള ജാതകം മോശമെന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ഏത് പ്രായത്തിലാണത് വരുന്നതെന്നനുസരിച്ചിട്ടാണ്. വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് കാലം വരാതിരിക്കണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഹസ്ബൻഡും വൈഫുമായിട്ട് ജീവിച്ച് 40 കൊല്ലം കഴിഞ്ഞിട്ട് രണ്ടാൾക്കും ചൊവ്വാദോഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ കുഴപ്പമുണ്ടോ? ജനിക്കുന്നതിന് അല്ലെ നമ്മുടെ വിവാഹത്തിന് മുമ്പ് ചൊവ്വാദോഷം കഴിഞ്ഞു പോയാലോ? അതും ദോഷമല്ല. അപ്പം ഇതൊക്കെ വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ്. അല്ല, ആ ഏത് ദോഷമുള്ളവരും അതിനേക്കാളും വേണ്ടത് വശ്യപ്പൊരുത്തുള്ളവർ കഴിക്കുക വേണ്ടത്. എന്നെങ്കിൽ ബാക്കി ദോഷങ്ങളൊക്കെ പോവും. അപ്പം അത് ഏത് ഹോറോസ്കോപ്പിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ്. ആദ്യം വേണ്ടത് എന്താണ്? ആയുസാണ്. ആണോ അല്ലയോ? ഇല്ലേ? പിന്നെ വേർപെട്ട് നിൽക്കാനുള്ള യോഗം. ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പലർക്കും. സീതയും രാമനും അസൽ പേരല്ലേ, എന്നിട്ടപ്പം എന്താ കാര്യം? വേറിട്ട് നിൽക്കേണ്ടി വന്നിട്ടില്ലേ? അപ്പം നമ്മൾ നല്ല പൊരുത്തം ആണ്, നല്ല സ്നേഹമുള്ളവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം? നമ്മളൊക്കെ ഇത് പഠിക്കും, സാമ്പിളായിട്ട് പഠിക്കും. സീതയും രാമനും വിവാഹം കഴിച്ചത് ജാതകം നോക്കിയിട്ടൊന്നും ആവില്ല. പക്ഷെ നമ്മളെന്ത് പഠിക്കുമ്പോൾ ഇവരുടെയൊക്കെ ജാതകത്തിൻ്റെ സമയമൊക്കെ നോക്കി അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ പഠിച്ച് അങ്ങനെ കുറേ സാമ്പിൾ പഠിക്കും. പഠിച്ച് മഹാത്മാഗാന്ധിയുടെ പഠിക്കും, അമിതാഭ് ബച്ചൻ്റെ പഠിക്കും, മോദിയുടെ പഠിക്കും, ഒക്കെ നമ്മൾ പഠിക്കും. എന്തിനാ പഠിക്കണത്? ഇതൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയാവും എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. പഠിക്കണ കാലത്തേക്ക് അതൊക്കെ പഠിക്കണം.
ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എത്ര പൂജ ചെയ്താലും നിങ്ങളുടെ 8-ലുള്ള ശനി പോയിട്ട് 9-ൽ കയറൊന്നുമില്ല. ഈ വിദേശം എന്നുള്ളതിന്റെ ഡെഫിനിഷൻ മാറ്റാണ്. പണ്ട് കാലത്ത് ഒരു പിന്നെ റിവർ കടന്ന അടുത്ത ദേശമായി. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഒരു പുഴ കടന്നാൽ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണെങ്കിൽ, ജാതി അടക്കാൻ പറയാം, ഇന്ന ജാതിയിലുള്ളവർ ഒരു പുഴ കടന്നാൽ തീർന്നു, ദേശം മാറി ഇല്ലേ? അപ്പൊ ഈ ഡെഫിനേഷൻ നമ്മൾ കൃത്യമായിട്ട് അറിയണം. അത്ര തന്നെ. അതുകൊണ്ട് ജ്യോതിഷികൾ എപ്പോഴും എന്താവണം? നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളെ കൗൺസിൽ ചെയ്യാൻ കഴിവുള്ളവരായിട്ട് മാറണം. പണ്ട് ടെക്നിക്കൽ ജോലി അല്ല ബാങ്ക്, ഇന്ന് ബാങ്ക് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ജോലിയാണ്. നിങ്ങൾക്ക് ബാങ്ക് ജോലിയെ പറ്റുള്ളൂ, ടെക്നിക്കൽ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് പണ്ട് കാലത്ത്. കാരണം ഇങ്ങനെ കുത്തിയിരുന്ന് രജിസ്റ്ററിൽ എഴുതാറുണ്ട്. ഇപ്പോൾ എന്താ കാര്യേണ്ടത്? അവനൊക്കെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നത്, മറ്റവനും കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ ലോകത്തിനനുസരിച്ച് മാറ്റം വരുന്നതൊക്കെ അറിയാനുള്ള കഴിവും കൂടി ഉണ്ടാവണം ആർക്ക്? ജ്യോതിഷികൾക്ക്. അവർ നല്ല ജനറൽ നോളജ് ഉള്ളവരാണ്. എല്ലാം നല്ലതാണ് തുടക്കകാലത്ത്. ഇപ്പം അതൊക്കെ ബിസിനസ്സാക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും എഴുതണ്ടേ? മുസ്ലിമിൻ്റെയും ക്രിസ്ത്യൻ്റെയും പിന്നെ എല്ലാ നാട്ടുകാരുടെയും എഴുതണ്ടേ? അതൊക്കെ ചുമ്മാ കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ടാവും. ആ ഒരു സ്വഭാവത്തിൽപ്പെടുന്ന കുറച്ച് പേരെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അവരുടെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയും. കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം അയാൾ കേതു ഇന്ന സ്ഥലത്താണ്, മേടം രാശിയിലാണോ ഇടവത്തിലാണോ എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറയും. ഇതിങ്ങനെ വെട്ടുമ്പോൾ നമ്മൾ പറയും അയാളുടെ കേതു ഇന്ന സ്ഥലത്ത്. ബാക്കിയൊക്കെ നമ്മൾ ഏകദേശം കേതുവും രാഹുവൊക്കെ കിട്ടിയിട്ട് ലഗ്നവും ഏകദേശം അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഹോറോസ്കോപ്പ് എഴുതാം. നിങ്ങളുടെ പ്രായമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. നിങ്ങളുടെ പേര് കേട്ടാൽ നമുക്ക് പറയാൻ പറ്റും നിങ്ങളുടെ അച്ഛൻ്റെ പേര് വിഷ്ണുവിൻ്റെ പര്യായത്തിൽപ്പെട്ടതല്ലേ എന്ന് പറയും. ഉറപ്പായിട്ട് പറയാൻ പറ്റും. എന്ന് പറ്റാണ്ട് നമ്മുടെ എല്ലാം വിഷ്ണുവിൻ്റെ പര്യായത്തിലുള്ളവരായിരിക്കും. അങ്ങനെ അല്ലാത്തൊരു പേര് പറയാം. അപ്പോൾ ഏകദേശമൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ശരിയാണ്. പക്ഷെ പൂർണ്ണമായിട്ടും ഈ നടത്തുന്ന നാഡീ ജ്യോതിഷക്കാരൻ കട തുറക്കുമ്പോൾ എൻ്റെ നല്ല സമയം ഒന്ന് നോക്കി പറയുമെന്നുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു നീയേ ഈ പണി ചെയ്യുന്നത്, നിന്നോട് എൻ്റെ അടുത്ത് വരുന്നു ഒന്ന് വാസ്തുവും ജാതകമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് പറയും, നടക്കുമോ പരിപാടി, ബിസിനസ് നടക്കുമോ എന്ന് ചോദിച്ചു. നീ എന്തിനോടോ അത് ബിസിനസ് എൻ്റെ ജീവൻ്റെ പ്രശ്നമാണ്. ഇതൊക്കെ തട്ടിപ്പന്മാരാണ് ഉള്ളതിനേക്കാളും കൂടുതൽ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ എല്ലാ സംഭവവും ക്ഷേത്രങ്ങൾ വിശ്വാസം എന്നൊക്കെ പറയുന്ന മനുഷ്യന്മാർക്ക് പ്രശ്നം കൂടുമ്പോഴാണ് നമുക്ക് വിൽപ്പനയൊക്കെ പറ്റുക. മെഡിസിൻസ് ഇപ്പോഴാണോ ആശുപത്രി ഇപ്പോഴാണോ കൂടിയത്? മുമ്പും കൂടിയിട്ടുണ്ട്, പക്ഷെ കൂടിയവരൊക്കെ ചത്തുപോയിട്ടുണ്ട്. ഇപ്പം അങ്ങനെയല്ല, എങ്ങനെയെങ്കിലൊക്കെ ജീവിപ്പിച്ച് തീർക്കലാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പ്രശ്നം കൂടിയെന്നല്ല, നമ്മൾ രാമായണം വായിച്ചാൽ മനസ്സിലാവും ഇന്നത്തെ ലോകത്തെക്കാളും പ്രശ്നം ഉണ്ടായിരുന്നൊരു കാലമാണ് രാമനും സീതയും ഉണ്ടായിരുന്നൊരു കാലം. പക്ഷെ അവർക്ക് അന്നതൊന്നും വലിയ പ്രശ്നമായിരുന്നില്ല. നമുക്കിന്നിപ്പോൾ നമുക്കല്ല പ്രശ്നം, ബാക്കി എല്ലാവർക്കും പ്രശ്നമാണ്. നമുക്കൊരു പ്രശ്നമില്ലെങ്കിൽ അയൽവാസിയുടെ പ്രശ്നം ഞാൻ തലയിലെടുത്ത് വെക്കും. എന്നിട്ട് അയാൾ ഇങ്ങനെയാണ് നമ്മളെക്കാളും സംസാരിക്കുന്നത് ബാക്കിയുള്ളവരെ കുറിച്ചാണോ? അപ്പോൾ നമ്മുടെ പ്രശ്നമല്ല നമുക്ക് പ്രശ്നം. ആരുടെ പ്രശ്നം? ഇപ്പം അമേരിക്കയിൽ എന്ത് നടന്നാലും എനിക്ക് ഒരു മാറ്റവും ഇല്ല സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മളെന്തിനാ പൊളിറ്റിക്സ് പറയുന്നത്? നമുക്ക് വേറെ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ വലിയ കച്ചവടവും വലിയ സ്റ്റോക്ക് ബിസിനസ്സൊക്കെ ഉള്ളവർക്ക് അമേരിക്കൻ പ്രശ്നം വലിയ പ്രശ്നമാണ്, ആണോ അല്ലയോ? അതൊന്നും ഇല്ലാത്ത എനിക്ക് ഞാൻ എന്തിനാ ഇപ്പോൾ അമേരിക്കൻ്റെ പ്രസിഡന്റ് ആയാലും പോലും വില കൂടി പോലും വില കുറഞ്ഞു പോലും ഞാൻ സ്ഥിരമായിട്ട് കുടിക്കുന്ന കഞ്ഞി തന്നെയാണ്. ഞാൻ ചാവുന്നത് വരെ കഞ്ഞി കുടിക്കാനുള്ള വകുപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ എന്തിനാ ആലോചിക്കുന്നത് നമ്മൾ വെക്കാറില്ല. കാരണം നമ്മൾ മനുഷ്യ സമൂഹമായതുകൊണ്ട് ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ നമുക്കൊരു ഇല്ലേ, അത്രേ ഉള്ളൂ. ഇപ്പം നമുക്കെപ്പോഴും മനുഷ്യന് എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ സമൂഹ ജീവിയായതുകൊണ്ട് കുറേ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ഒന്നുകിലും നമ്മുടെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ. അതുകൊണ്ടല്ലേ നമ്മുടെ കഥകളിലൊക്കെ പ്രശ്നങ്ങൾ, സീരീസിലൊക്കെ പ്രശ്നങ്ങളല്ലേ. ഇതൊന്നും ഇല്ലാണ്ട് നല്ല കഥകൾ എന്തൊക്കെ എഴുതാം? അങ്ങനെയല്ലല്ലോ. എല്ലാ സീരിയലും നോക്കിയിട്ട് എന്താ ഉള്ളത് അതിനകത്ത്? കുശുമ്പ്, കുനുഷ്ട്, കുബുദ്ധി. ഇപ്പോൾ വരുന്നതൊക്കെ എവിടെ നിന്നുള്ളതാ? പട്ടേൽ കുടുംബം എന്നൊക്കെ കാണാം നിങ്ങളുടെ സീരിയലിൽ. ഇതൊക്കെ ഗുജറാത്തിലും അവിടെ ഇവിടെയൊക്കെ ഉള്ളതിൻ്റെ ട്രാൻസ്ലേഷനാണ്. കുടുംബത്തിൻ്റെ പേര് മാറ്റിയിട്ടില്ല അവർ. അത് ഇവിടെ ഒന്നും നടക്കാത്ത സംഭവമാണ്. ഇനി ഇത് കണ്ട് 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 കഴിയുമ്പോൾ ഇവിടെ എന്താവും? അത് നമ്മൾ ജോയിൻ ചെയ്യും. അതേസമയത്ത് ചെറുപ്പക്കാർ കാണുന്നത് എന്താണ്? കൊറിയാണ്. ഇവരൊക്കെ കൊറിയൻ ഇൻഫ്ലുവൻസ് ആണ്. എൻ്റെ വീട്ടിലൊക്കെ കുറേ പിള്ളേർ ഇത്രയേ കഴിക്കുള്ളൂ. ഈ പൂച്ചയൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കുക. ഒരു ഗ്രേപ്പൊക്കെ കഴിക്കാൻ എത്ര സമയം വേണമെന്നറിയാം? ഇതൊക്കെ ഇങ്ങനെ നോക്കി.
അങ്ങനെയുള്ള സീരിയൽ സ്ഥിരമായിട്ട് കാണുന്നത്. അപ്പോൾ അവരെന്തായി, അവരും ഇങ്ങനെയായി. എന്തെങ്കിലും സംസാരിക്കും, എന്താ മാമ. ചെറുപ്പത്തിലൊക്കെ എങ്ങനെയായിരുന്നു പറയാം, ചടപടാ കുട്ടിയായിരുന്നു. ഇപ്പം അതല്ല. പണ്ട് ഭഗവത്ഗീതയും അടിയും പിട്ടിയും ലഹളയൊക്കെ ഉണ്ടായിരുന്ന കുട്ടികൾ ഇപ്പം എന്തായി, 10ാം ക്ലാസ്സിലെത്തുമ്പോഴത്തേക്കും ഫുൾ കൊറിയനാണ്. എന്താ ആഗ്രഹം, കൊറിയ പോകണം. ഒരാളല്ല, കുറേ പേരുണ്ട് അങ്ങനെ. ഏത് ഡ്രസ്സാണ് ഇഷ്ടം, കൊറിയൻ സ്റ്റൈലാണ്. അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു നോക്കുക, അവർക്ക് ഇന്ത്യയിൽ വരാനായിരിക്കും ഇഷ്ടം. അത് നമ്മൾ എന്താണോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജന്മം കൊണ്ടൊന്നുമല്ല. ഇതൊക്കെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പീർ ഗ്രൂപ്പ്സാണ്. ആ ഗ്രൂപ്പുകളാണ് ഇവരൊക്കെ തീരുമാനിക്കുക ഇവരൊക്കെ എങ്ങനെയാവണമെന്നുള്ളത്. അങ്ങനെയാവും. അല്ല, മരിക്കുന്നതാണ് നമ്മുടെ സമയം. ആ സമയത്ത് മരിക്കുന്നത് കൃത്യമായിട്ട് എങ്ങനെയാ പറയാ, മരിക്കുമ്പോഴാണ് സമയം. ഇന്ന സമയത്ത് മരിക്കുന്നത് കൃത്യമായിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ പറ്റിയ കുടുങ്ങിയില്ലേ. അങ്ങനെ ആകെ പറയാൻ സാധിച്ചിട്ടുള്ള 7 ദിവസം. അപ്പം മുമ്പിലിരിക്കുന്നവരൊക്കെ കരയാൻ തുടങ്ങി, 7 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്, എനിക്ക് 7 ദിവസം ഗ്യാരണ്ടി ഇടാം, നിങ്ങൾക്ക് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 7 ദിവസം കിട്ടി എന്നുള്ളത് ഗ്യാരണ്ടി വലിയ കാര്യമല്ലേ. നമ്മുടെ കാര്യത്തിൽ വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഒരു ഗ്യാരണ്ടി ഇല്ല. എപ്പോൾ വേണമെങ്കിലും ടപ്പ് നടിച്ചു പോകാം. ഇപ്പം ഏതാ ഭാഗ്യം? അറിയാണ്ടിരിക്കുന്നതാ ഭാഗ്യം. അറിയുമ്പോഴാണ് ഭാഗ്യക്കേടുണ്ടാവും. അർത്ഥമൊന്നുമില്ല. എത്ര കാലം ജീവിക്കുന്നു എന്നുള്ള നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയിത്തും ചിരം. ജീവിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അനാവശ്യമായിട്ടുള്ള കുശുമ്പ്, കുനിഷ്ട്, കുബുദ്ധി, പരാധീനത, പരിവേദന, കംപ്ലൈൻറ്റ്, കരച്ചൽ, പിഴിച്ചൽ, എന്തിനാ ഇങ്ങനെ സമയം കളയണേ? എന്തിനാ ഇങ്ങനെ സമയം കളയണേ? ഇല്ല, നമുക്കായൊരു സന്ധ്യ രാപ്പാതിയല്ലാതെ മറ്റൊന്നുമില്ലെന്നിരിക്കവേ അർത്ഥം കൊടുത്തു ഒലിപ്പിച്ചെടുക്കണം. ഓരോ നിമിഷവും ചെയ്യാൻ പറ്റുന്ന കാര്യം ഏറ്റവും നന്നായിട്ട് ആർക്കെങ്കിലും ഗുണമുള്ളത് ചെയ്തിട്ട് നമുക്കെന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്ന തരത്തിൽ, എൻ്റെ ഉള്ളിൽ മാറ്റം ഉണ്ടാകുന്ന ചിന്തകളൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാർ. എപ്പം ചത്തു എന്ന് ചോദിക്കരുത്, എപ്പം ചാവുന്നു എന്നും ചോദിക്കരുത്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. കേരളത്തിലെ എല്ലാവരുടെയും പണി രാവിലെ നോക്കിയാൽ പത്രം നോക്കും, ഞാൻ ചത്തില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്താൻ. കാരണം ഞാൻ ചത്ത പടം അവിടെ വരുമല്ലോ അല്ലേ. ചത്ത മാത്രം പടം വരുന്ന എത്രയോ പേരുണ്ടില്ലേ ജീവിതത്തിൽ. ഇതുവരെ അവരുടെ പടം വന്നു പത്രത്തിൽ. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ പടം വരാൻ പറ്റുന്ന ഒരു പണിയും ചെയ്യാത്ത ആൾ ചെയ്യുന്ന പണിയാണ് എന്ത്? ചത്തവരുടെ പടം നോക്കി നിൽക്കിട്ട് എൻ്റെ പടവും വരുമല്ലോ ഒരു ദിവസം. എന്തിനാ ഇങ്ങനെയെന്ന് മനസ്സിലാവില്ല. പരിച്ചത് അഡ്വർടൈസ് ചെയ്യുന്ന ലോകത്തിലെ ഏക സ്ഥലം കേരളമായിരിക്കും. ഹൈദരാബാദൊന്നും ഇത്രയില്ല. ഉണ്ട് ഒരു ഒബിട്രി എന്ന് പറഞ്ഞാൽ നാഷണൽ ലെവലിലൊക്കെ ഹൈദരാബാദ് എത്രയോ പേര് ചാവുന്നുണ്ടാവും. ഒരു 5 എണ്ണം കണ്ടാൽ, ആ 5 എണ്ണം കണ്ടാൽ 2 മലയാളീസ് ആയിരിക്കും. ഇതിങ്ങനെ അഡ്വർടൈസ് ചെയ്യുക എന്തിനാന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ പത്രക്കാർക്ക് കാശ് കിട്ടാനുള്ള പണിയാണ്. ഉറപ്പായിട്ടുള്ള പൂർണ്ണ വിശ്വസിക്കാൻ പറ്റുന്ന ഏക ഉറപ്പാണ് എന്ന് പറഞ്ഞ് മാത്രം ചോദിച്ചിട്ട് പബ്ലിഷ് ചെയ്യുന്ന ഒറ്റ ന്യൂസേ ഉള്ളൂ. അതെന്താണെന്നറിയോ? ഒബിട്രി. അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന വിൽപ്പനയുടെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, അതൊക്കെ കള്ളത്തരായിരിക്കും. ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് വിശ്വസിക്കാം, ചത്ത ആളുടെ പടം വന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ചത്തു. ബാക്കി പത്രത്തിൽ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കാര്യമില്ല. മരിക്കുമ്പോൾ മരിക്കും, അങ്ങോട്ട് വിടുക. പോണാൽ പോകട്ടും, പോടാം. അതിനെപ്പറ്റി വേവലാതിപ്പെടേണ്ട കാര്യം. 3-4 പ്രാവശ്യം മരിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. മരണം ശരിക്കും മുഖാമുഖം കണ്ടിട്ടുള്ള ആളാണ്. അതൊന്നൊക്കെ ഇങ്ങനെ ഢും എന്ന് പറഞ്ഞ് രക്ഷോട്ട് പോയത്. അതുകൊണ്ട് മരണത്തെ ഭയമില്ല. രാമേന്ദ്രൻ നായരുടെ ഒരു കവിതയുണ്ട്, ഞാൻ പൂർണ്ണ കാമൻ, ഞാൻ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളുടെയും. ആരാണ്? ഭഗവാൻ. ഭഗവാൻ പൂർണ്ണ കാമനാണ്. അദ്ദേഹത്തിന് കാമങ്ങളില്ല. വിചാരിക്കുമ്പോഴത്തേക്കും അത് അനുഭവിക്കാൻ പറ്റും. ഇപ്പോൾ ഇഷ്ടം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടോ? ഇല്ല. ആഗ്രഹം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? ഇല്ല. നിനക്ക് നിഴൽ പോലും, നമ്മളൊക്കെ പറയാമല്ലോ, നമുക്ക് ആരുണ്ട്? നിഴലുണ്ട്. ഭഗവാന്മാർക്ക് നിഴലുണ്ടോ? കാരണം സ്വയം പ്രകാശിക്കുമ്പോൾ നിഴലില്ലല്ലോ. നമുക്കൊക്കെ നിഴൽ പോലും കൂട്ടുണ്ട്. ഭഗവാൻ ആരില്ല? നിഴൽ പോലും കൂട്ടില്ലാത്ത മനുഷ്യനാണല്ലോ താൻ എന്ന് പറഞ്ഞിട്ടാണ് രാമേന്ദ്രൻ കവിത. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. നമുക്ക് നിഴലെങ്കിലും ഉണ്ട് കൂട്ടായിട്ട്. അതുകൊണ്ട് ആരുമില്ല, മരിക്കും. എവിടെ മരിച്ചാലും ആരെങ്കിലും എടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഇല്ലേ, അതല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലൊക്കെ എഴുതി കൊടുക്കാം. ആരൊരാൾ പറഞ്ഞു ഞാൻ ഡൊണേറ്റ് ചെയ്യാണ് കണ്ണെന്ന് എഴുതി കൊടുത്തു. അയ്യോ എന്നെ കൊന്നാലോ കണ്ണാവശ്യമുള്ള ഒരാൾ. ലോകം അങ്ങനെയാണ്. കിഡ്നി കൊടുക്കും മരിച്ചാലെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്താൽ കുടുങ്ങി.
കാരണം എന്താ, കിഡ്നി ആവശ്യമുള്ള ഒരാൾ നമ്മൾ തട്ടിക്കളയും, അത് കൊണ്ടുപോകും. അതാണ് ലോകം.